മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്കായുള്ള ഏറ്റവും നല്ല മധുര സമ്മാനം, അതാണ് മധുരമൊഴി. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പാപ്പ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു വെച്ചു: ക്രിസ്തുവിൻ്റെ ആനന്ദം നിങ്ങളെ തൃപ്തരാക്കില്ലെന്ന് ആരാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്? പിതാവ് ഇത് പറഞ്ഞത് യുവജനങ്ങളോടായിരുന്നു. ക്രിസ്തുവിൻ്റെ ആനന്ദം നിങ്ങളെ തൃപ്തരാക്കില്ലെന്ന് ആരാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ട ഏറ്റവും പരമപ്രധാനമായ ആനന്ദവും മാധുര്യവും അത് ഈശോ ആയിരിക്കണം. ഇതാണ് മധുരമൊഴിയുടെ എളിയ ലക്ഷ്യവും. ഈശോയോടൊപ്പം കുടുംബം എങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈശോയെ എങ്ങനെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, അവർക്ക് കുടുംബം ഒന്നു ചേർന്ന് എങ്ങനെ ഈശോയിലേക്ക് വളരാം, ഈശോ എങ്ങനെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങിയോ അതുപോലെ എങ്ങനെ ഒന്നു ചേർന്ന് കുടുംബം ഒരുമിച്ച് തിരുസഭയോടൊപ്പം സ്വർഗത്തിലേക്ക് നടക്കാം. സ്നേഹപൂർവ്വം എല്ലാവർക്കും മധുരമൊഴിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ജോർജ് ചേട്ടനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജോർജ് ചേട്ടൻ വചനപ്രഘോഷണ വേദിയിലെ ഏറ്റവും വ്യത്യസ്തതയാർന്ന കഥാപാത്രം. തനതായ ശൈലിയിലൂടെ തിരുവചനം മനോഹരമായ കുടുംബങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏഞ്ചൽസ് ആർമി കുടുംബത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മാർട്ടിൻ ചേട്ടനും മേരി ചേച്ചിയുമാണ്. രണ്ടുപേരും ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന രണ്ടുപേരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സുവിശേഷം എന്തായിരുന്നു? ഒത്തിരി കാര്യങ്ങൾ ഈശോ പറഞ്ഞു കടന്നു പോയെങ്കിലും ഞാൻ വിചാരിക്കുന്നു ഈശോ ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സുവിശേഷം, ഏറ്റവും മാധുര്യമുള്ള സുവിശേഷം സ്വർഗത്തിൽ ഒരപ്പനുണ്ട് എന്നുള്ളതായിരുന്നു. സ്നേഹിക്കുന്ന, കരുതുന്ന, നമുക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഒരപ്പൻ. നമ്മൾ ബൈബിളിൻ്റെ ആദ്യ ഭാഗത്ത് ഉൽപ്പത്തിയിൽ കാണുന്നത് പോലെ ആദിമാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വായുടെയും കരം പിടിച്ച് നടന്ന് വൈകുന്നേരങ്ങൾ ഉദ്യാനത്തിലുള്ള അവരോടൊപ്പം നടന്ന് തമാശയൊക്കെ പറഞ്ഞൊരപ്പൻ. നമ്മുടെ വിഷയം അത് തന്നെയാണ്. അപ്പനാണ് ഇന്നത്തെ താരം. അത് സ്വർഗത്തിലുള്ള അപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭൂമിയിലുള്ള അപ്പന്മാരെ പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നു. ഏറ്റവും വലിയ അപ്പനും ഏറ്റവും നമ്മൾ നോക്കിപ്പഠിക്കേണ്ട അപ്പനും സ്വർഗസ്ഥനായ പിതാവാണ്. ഈശോ എത്ര നല്ലൊരു അപ്പൻ ഫാനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അപ്പനോട് അനുവാദം ചോദിച്ച് അപ്പനെപ്പറ്റി സംസാരിച്ച് അവൻ ആദ്യമായി പറഞ്ഞ വാക്കെന്തായിരുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് പരിശുദ്ധമ്മയോട് ചോദിച്ചത്. അവൻ അവസാനമായിട്ട് പറഞ്ഞതും അത് തന്നെയാണ്: പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. മൊത്തത്തിൽ ഒരു അപ്പൻ മയത്തിൽ ജീവിച്ചു പോയവനായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അപ്പന്മാർക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ആകാശത്തിരിക്കുന്ന അപ്പനിൽ നോക്കിപ്പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് ഭൂമിയിൽ കുടുംബത്തിൽ അപ്പന്മാരുടെ അവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും അവർ ഏറ്റെടുക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഞാൻ ഭൂമിയിലെ സകല അപ്പന്മാരെയും മൊത്തത്തിൽ ബഹുമാനിച്ചിട്ടാണ് ഈ ഒരു അച്ഛൻ ഈ പണി തുടങ്ങുന്നത്. കാരണം അപ്പനാകാത്തവനെ എങ്ങനെ അപ്പനെ പറ്റി പറയാൻ പറ്റും? ഞാൻ എൻ്റെ അപ്പനിൽ തന്നെ തുടങ്ങാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ അപ്പനെ ഇച്ഛായൻ എന്നാണ് വിളിക്കുന്നത്. ഇച്ഛായൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സകല ഇച്ഛകളുടെയും അച്ഛനായവൻ. നമ്മൾ പല വാക്കുകൾ വിളിക്കുന്നുണ്ട്. പപ്പ എന്നോ ഡാഡി എന്നോ ഡായി എന്നോ അല്ലെങ്കിൽ പല വാക്കുകൾ വിളിക്കും. ഞാൻ എൻ്റെ ഇച്ഛായൻ എന്നാണ് വിളിച്ചിരിച്ചത്. സകല ഇച്ഛകളുടെയും അച്ഛനായവൻ, എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ ആദർശങ്ങളുടെയും പിതാവാണ് എൻ്റെ അപ്പൻ. ഞാൻ എൻ്റെ അപ്പനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയത് തന്നെ വളരെ വൈകിയായിരുന്നു. ബാല്യത്തിൽ എല്ലാവരെയും എല്ലാവരെയൊന്നും പറയത്തില്ല, ഒരു 75% വരുന്നവരെ പോലെ അപ്പൻ നമുക്കൊരു ഭീകര ലുക്ക്, ഒരു വില്ലൻ കഥാപാത്രം, എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റായിട്ട് വേണ്ട വേണ്ട എന്ന് പറയുന്ന ആൾ, നമ്മളെപ്പോഴും പേടിച്ച് ഭയഭക്തി ആദരവുകളോടെ മാത്രം സംസാരിക്കുന്ന ഒരാൾ. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരല്പം വലിയൊരു അസുഖമൊക്കെ പിടിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ സമയത്ത് അമ്മ എൻ്റെ അടുക്കൽ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൻ അങ്ങ് മാറി മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഒരു കമ്പിയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും ഇതുപോലെ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് എൻ്റെ അപ്പൻ ഇത്രയും ആർദ്രതയുള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായത്. ഇത്രയും ഹൃദയത്തിൽ എന്നെപ്പറ്റി കരുതുന്നവനാണെന്ന് മനസ്സിലായത്. പിന്നീട് ഈ അപ്പൻ കരയുന്ന ഞാൻ കാണുന്നത്, ഞാൻ പെട്ടെന്നൊരു വിപ്ലവാത്മകമായ തീരുമാനമെടുത്ത് ഒരു ദിവസം സുപ്രഭാതത്തിൽ സെമിനാരിൽ പോകുക എന്ന് പറഞ്ഞു. അന്നേരം ഈ അപ്പൻ വീണ്ടും പൊട്ടിക്കരയെന്ന് ഞാൻ കണ്ടു. സെമിനാരിൽ പോയതിൻ്റെ തലേ രാത്രി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പനാണ് വീട്ടിൽ സ്ഥിരമായിട്ട് ജപമാല ചൊല്ലി നേതൃത്വം കൊടുക്കുന്നത്. കാരണം എൻ്റെ അപ്പനെ പറ്റി നാട്ടുകാർ തന്നെ പറയുന്നത് ആംപ്ലിഫയർ വിഴുങ്ങിയവെന്നൊക്കെ. അതുപോലെ ഒച്ചയാണ്. അപ്പൻ പത്രം വായിച്ച നാട്ടിൽ വേറെ ആരും വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൻ വീട്ടിൽ കൊന്തരുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ചുറ്റുപാടുള്ളവർക്കൊക്കെ അറിയാം. അതുപോലെ വളരെ എൻ്റെ ഈ ഉറക്കെയുള്ള സംസാരവും പ്രകടനങ്ങളൊക്കെ പോലും അപ്പൻ്റെ ഞാൻ നോക്കി പിടിച്ചതാണ്. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിൽ പോകുന്ന തലേ രാത്രി അപ്പൻ ജപമാലയെല്ലാം തുടങ്ങി പകുതിയാവുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ പ്രമാണം എത്തിയപ്പോൾ തന്നെ വമ്പറിന് പൊട്ടിക്കരച്ചിലും വീണ്ടും പോയി കടന്നു.
അതിനുശേഷം ഞാൻ ജപമാല ഞങ്ങളായിട്ട് ചൊല്ലി പൂർത്തിയാക്കി. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഭക്ഷണം കഴിക്കാൻ ഒരു തുള്ളി ചോറെടുത്ത്, ഒരു ഉരുള ചോറെടുത്ത് വെച്ചു. വീണ്ടും കരഞ്ഞു. അപ്പം പോയി കിടന്നു. ഞാൻ യാതൊരു കുഴപ്പമില്ലാതെ മുഴുവൻ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. എന്നാലും എൻ്റെ അപ്പൻ ഇത്രയും ആർദ്രതയുള്ള ആളാണെന്ന് എനിക്ക് പ്രായം ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ. നമ്മുടെ എല്ലാ അപ്പന്മാർക്കുള്ള ഒരു ദുര്യോഗം അത് തന്നെയാണ്. അംഗീകരിക്കപ്പെടാതെ പോകുന്നവർ, മനസ്സിലാക്കപ്പെടാതെ പോകുന്നവർ, വേണ്ടത്ര കരുതപ്പെടാതെ പോകുന്നവർ, ജോലിസ്ഥലങ്ങളിലെ തിരക്കും ടെൻഷനുകളും എടുക്കാൻ പറ്റാത്ത ചുമടുകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും വീട്ടിൽ സ്ട്രിക്റ്റായ ഫിഗറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ. അങ്ങനെ മൊത്തത്തിൽ അപ്പൻ കുടുംബത്തിൽ ഒട്ടും അംഗീകരിക്കപ്പെടാതെയും വേണ്ട രീതിയിൽ ആദരിക്കപ്പെടാതെയും പോകുന്ന കഥാപാത്രം. പക്ഷേ കുടുംബത്തിന് വേണ്ടി മുൻപിൽ നിന്ന് നയിക്കുന്നവനാണ് അപ്പൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ അപ്പനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എല്ലാ അപ്പന്മാരെയും നമുക്കന്ന് സ്നേഹപൂർവ്വം ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാർ മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സ്നേഹപൂർവ്വം ധ്യാനിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. വീണ്ടും നമുക്ക് ഈശോയിലേക്ക് തന്നെ പോകാം. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വെച്ചു, ആദർശങ്ങൾ നമുക്ക് തരുന്നത് അപ്പന്മാരാണ്. ഈശോ ബൈബിളിൽ കാണുന്ന ഏറ്റവും മനോഹരമായ ഈശോയുടെ ആദർശം കരുണ തന്നെയാണ്. ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത്. ഇത് കരുണയുടെ വർഷത്തിൽ ഇതിനൊരല്പം കൂടി നിലവാരം കൂടുതലുണ്ട് ഈ ഒരു ചർച്ചയ്ക്ക്. ഈശോ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നത് പാപിനിയായ സ്ത്രീയോടാണ്. പാപിനിയായ സ്ത്രീ എല്ലാവരും കൂടി അവളെ പാപത്തിൽ പിടിച്ച് നേരെ കൊണ്ടുവന്ന് അവളെ കല്ലെറിയാൻ വേണ്ടി കിടത്തിയപ്പോൾ ഈശോ താഴെ ആദ്യമായിട്ട് എഴുതി പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ലാഘവത്തോടെ ഒരു കല്ല് പെൻസിലൊക്കെ വെച്ച് എഴുതുന്ന പോലെ ഈശോ നിലത്ത് വരച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനെ തലയുയർത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. അങ്ങനെ പറയാൻ പറ്റിയവന് ഞാൻ വിചാരിക്കുന്നു ഇതവൻ പഠിച്ചത് അവൻ്റെ ബാല്യത്തിൽ, അതിനു മുമ്പ് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴായിരിക്കണം. കാരണം ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാവുന്ന ഒരാളുടെ പേരായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അവളും സംശയിക്കപ്പെട്ടു. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. യഹൂദ സംസ്കാരത്തിൽ ഒരു പെണ്ണ് പുരുഷനെ അറിയാതെ ഗർഭവതിയായി കഴിഞ്ഞാൽ അവൾക്കുണ്ടാവുന്ന അന്ത്യമായിരുന്നു ഇത്. അവളും കല്ലെറിഞ്ഞ് പരസ്യമായിട്ട് കൊല്ലപ്പെടണം. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവളെ കടത്തിവിടാതെ യൗസേപ്പ് പിതാവ് എന്ന വളർത്തു പിതാവ്, ഭൂമിയിലെ പൂർണ്ണനായ അപ്പൻ പരിശുദ്ധ കന്യകാമറിയം സംരക്ഷിച്ചു. ഉദരത്തിൽ കിടന്ന കുഞ്ഞത് പഠിച്ചു. അതാണ് വലുതായപ്പോൾ അവൻ കൃത്യമായിട്ട് കാണിച്ചു എല്ലാവരോടും കരുണ കാണിക്കുക, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോടും അബലരോടും സമൂഹത്തിന് വിളിമ്പിലുള്ളവരോടും. അതുകൊണ്ട് നമുക്ക് ജോർജ് ഏട്ടൻ തന്നെ തുടങ്ങാം. ജോർജ് ഏട്ടൻ 4 മക്കളുടെ അപ്പനാണല്ലോ. ഇപ്പോൾ ഒരു കൊച്ചപ്പനും കൂടി വല്യപ്പനും കൂടിയായി. അതുകൊണ്ട് മക്കളുടെ ആദർശങ്ങളും മൂല്യങ്ങളും ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പനാണ് പഠിക്കുന്നത്. കാരണം കുഞ്ഞു വലുതാകുമ്പോഴേ ആദ്യം കൊച്ച് അപ്പൻ്റെ മുണ്ടെടുത്ത് ഉടുത്ത് പഠിക്കുന്നു. കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്ക് അപ്പൻ്റെ ഷേവിങ് സെറ്റ് എടുത്തൊക്കെ ഒന്ന് പഠിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പനിൽ നിന്ന് പഠിച്ചു വരുന്നു. ജോർജ് ഏട്ടൻ പറയുമ്പോഴത്തേക്ക് ഇത് ഞാൻ പറഞ്ഞതെല്ലാം ഒരു ആൺകുഞ്ഞിൻ്റെ കോൺടസ്റ്റിലാണ്. ജോർജ് ഏട്ടൻ 4 പെൺമക്കളും കൂടിയാണ്. ജോർജ് ഏട്ടൻ ഈ ഒരു അവസ്ഥ എങ്ങനെ നോക്കിക്കാണുന്നു? ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്ക് 4 പെൺമക്കളാണ്. പക്ഷേ ഞങ്ങൾ 7 പേർക്ക് കൂടി ഒരു അപ്പനുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ, ഞങ്ങളുടെ അപ്പൻ എന്നെ എന്തുമാത്രം സ്വാധീനിച്ചു എന്ന് ഞാനിപ്പോൾ അച്ഛനിത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണി പറയാനാണ് ഒത്തിരി എണ്ണമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓർക്കുകയാണ് വളരെ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നിതാണ്, ചോദ്യം ചോദിക്കുന്നത് പാപമല്ല എന്ന് എനിക്ക് പറഞ്ഞു തന്നത് അപ്പനാണ്. അതായത് ഇന്നെനിക്കറിയാം ഒരുപടി ആളുകളും ചോദ്യം ചോദിക്കാൻ മടിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടോ, എങ്ങനെയാണ്, എന്നിട്ട് രുചിമാറ്റം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ, നിറമാറ്റം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ സംശയിക്കുന്ന എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങളൊക്കെ ഉണ്ട്. അവരാരെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ, അച്ഛാ അതെന്നാ അങ്ങനെയെന്ന്? കാരണം ചോദിച്ചാൽ അത് കുഴപ്പമാവും. ചോദിക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എവിടുന്നോ ഒരു ഫീഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഉത്തരം പറയാനാവാത്ത ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ പോലും നേരെ എന്നോട് പറയും, മോനെ എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയാം എന്ന് പറയുന്ന, അതായത് ചോദ്യം ചോദിക്കുന്നതല്ല തെറ്റ്, ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നതാണ് തെറ്റ് എന്ന അങ്ങേരെ അംഗീകരിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അച്ഛന്മാരോട് ചോദിച്ചു, ഈ പരിശുദ്ധ കുർബാന എങ്ങനെയാണ്, അതിന് മുമ്പുള്ള ഓസ്തിയും കപ്പിയാരാണെന്ന് ഓസ്തിയൊക്കെ ഉണ്ടാക്കുന്നതും മുറിക്കുന്നതും ഒക്കെ അതിൻ്റെ കഷ്ണങ്ങൾ ഞാനെടുത്ത് പെറുക്കി തിന്നു നോക്കിയിട്ടുണ്ട്. അവസാനം ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഓർത്തു ഈ വേറെ ഒരു സംഭവമൊക്കെ ആയിരിക്കും, ടേസ്റ്റും ഒക്കെ മാറി. ഈശോ അല്ലേ, ഈശോ ആകുമ്പം എന്നതാണെന്ന് അറിയാൻ ആകാംക്ഷയോടെ ഇരുന്ന് ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ നേരെ വികാരിച്ചോട് ചോദിച്ചു, അച്ഛാ ഇതിനകത്ത് എന്നതാണ് മാറ്റം? ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ എന്തായാലും ഈ കസരയിൽ കഴിഞ്ഞ ഭാഗ്യം, ഞാൻ ആ കസരയിൽ ജോർജ് ഏട്ടനെ ചോദ്യം ചോദിച്ചു കൊന്നേനെ. അല്ല, ചോദ്യം ചോദിക്കുക, ഒരു ഉദാഹരണം ഞാൻ പറയാം. അതുപോലെ തന്നെ നീതിബോധം.
എന്നുവെച്ചാൽ നീതിബോധം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇച്ചിരി കടുപ്പം കൂടിയതും കൂടെയാണ്. കാരണം എനിക്ക് അവനുള്ളത് അവന്, ഇവനുള്ളത് ഇവന്, എനിക്കുള്ളത് എനിക്ക്, അല്ലാതെ അതിൽ കൂടുതലും പാടില്ല കുറവും പാടില്ല എന്നുള്ള അറുത്തുമുറിച്ചതുപോലെയുള്ളൊരു സ്വഭാവശൈലി ജീനുകളിലൂടെ കിട്ടിയതല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ അപ്പനിൽ നിന്ന് കണ്ട്. ഇതിന് ഇപ്പുറത്തെ വശം കൂടെയുണ്ട്. ഇപ്പം എൻ്റെ മക്കൾ ഇതിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ 1 രൂപ തരാറുണ്ടെങ്കിൽ 1 രൂപ അങ്ങോട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അവർ അത് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നതിനർത്ഥം ലീവ് ഇറ്റ്, അപ്പോൾ അത് പോട്ടെ എന്നാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം അത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാകാം ചെല്ലുമ്പോൾ ഈ 1 രൂപ കൃത്യമായിട്ട് അവർ ഓർത്തിരുന്നത് കൊടുക്കുമ്പോൾ പല കടക്കാരും വന്നവരുണ്ട്, പിള്ളേർ മോശമില്ലല്ലോ, അവർ ഈ 1 രൂപയുടെ കാര്യം 50 പൈസയുടെ കാര്യം ഓർത്തിരുന്നവർ കൊണ്ടുത്തരുന്നല്ലോ. അങ്ങനെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണോ അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. സത്യത്തിൽ ഞാൻ അവരോട് അങ്ങനെ ബലം പ്രയോഗിച്ച് അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയോ ഇത് വേറെ കാര്യങ്ങളുണ്ട് ധാരാളം. അപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പന് മൂല്യം കൊടുക്കാനായിട്ട് വളരെ ഒപ്പം ഞാൻ പറയുക നല്ലതും ചീത്തയും, നല്ലതും ചീത്തയും മൂല്യം കൊടുക്കാൻ അപ്പന് സാധിക്കും. എന്ത് കൊടുക്കണമെന്നുള്ളത് നമ്മളത് തീരുമാനിക്കുന്നത്. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇതിനൊക്കെ അപ്പുറത്തെ അച്ഛൻ പറഞ്ഞ സ്വർഗസ്വനായ പിതാവ് അങ്ങേർക്കായിരിക്കും പേരുദോഷം വരാൻ പോകുന്നത്. കാരണം സ്വന്തം അപ്പനിലൂടെയാണ് നമ്മൾ ദൈവമാകുന്ന പിതാവിനെ അറിയുന്നത്. ശരിക്കും സ്വന്തം അപ്പനെ സ്നേഹിക്കാത്തവന് ഒരിക്കലും സ്വർഗസ്ഥനായ അപ്പനെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ അപ്പൻ വളരെ സ്ട്രിക്റ്റും കർക്കശക്കാരനും ആണെങ്കിൽ അവൻ്റെ ഉള്ളിലെ ദൈവവും അങ്ങനെ തന്നെയായിരിക്കും. എനിക്കെൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പൻ വളരെ ഇതായിട്ട് ക്ഷമിക്കുന്ന അനുഭവങ്ങളിലേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് എത്ര വലിയ ഉപകാരമാണ് ചെയ്തതെന്ന് ഞാനിപ്പോൾ ഒരുപക്ഷെ ആധ്യാത്മിക അനുഭവത്തിലേക്കൊക്കെ വന്ന കാലത്താണ് ഞാൻ തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ. കാരണം എൻ്റെ ദൈവം സിമ്പിൾ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ എന്നൊരു തൻ്റെ ഇടം അതെനിക്ക് തോന്നുന്നു എൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയതാണ്. കാരണം അപ്പനോടൊക്കെ പോയി പറഞ്ഞാൽ അവിടെ കൂടെ തീർന്ന കേസ്, അല്ലാതെ അത് പിന്നെ കണക്ക് കുറിച്ച് വെച്ച് കഴിഞ്ഞ കൊല്ലം നീ ഇങ്ങനെ കാണിച്ചില്ലേടാന്ന് ചോദിക്കുന്നൊരു സ്വഭാവം എൻ്റെ അപ്പൻ ഒരു കാലത്തും കാണിച്ചിട്ടില്ല. ആകപ്പാടെ അങ്ങനെ വിഷമിക്കുന്ന നമ്മളത് അംഗീകരിക്കാതെ തെറ്റ് സമ്മതിക്കാതെ പോകുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും വയലൻ്റ് ആകുന്ന ഒരു കാണിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു വീട്ടിലൊരു വൈകുന്നേരം സന്ദർശനത്തിന് വേണ്ടി ചെന്നു. 5 മക്കളുള്ള വീടായിരുന്നു. 5 മക്കൾ വീട്ടിൽ ചെന്നപ്പോൾ മൂത്തവൻ ആൺകുട്ടിയും ബാക്കി 4 പെൺകുട്ടികളുമാണ്. അവിടെ മനോഹരമായ കളി നടക്കുകയാണ്. അപ്പനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പനും പെൺമക്കളും കൂടി കണ്ണുകെട്ടി കളിയാണ്. പെൺമക്കൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കരട്ട് പിള്ളേരൊന്നുമല്ല, എല്ലാവരും അത്യാവശ്യമൊക്കെ വലുതായ പിള്ളേരൊക്കെയാണ്. ഹൈസ്കൂളിലും ഒക്കെ എത്തി, മൂത്തവൻ +2 ഒക്കെ എത്തി. ഇവരെല്ലാവരും മനോഹരമായിട്ട് വീടിൻ്റെ അകത്തുള്ള സോഫയൊക്കെ മാറ്റിയിട്ട് വലിയ ഹോളൊക്കെ ഉണ്ടാക്കി മനോഹരമായ കണ്ണുകെട്ടി കളിയാണ്. ഞാൻ വീടിനോടൊപ്പം ഇരുന്ന ഒരു കൊന്തയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ചർച്ച പോലെ എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് പല കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് മക്കൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടും വിശുദ്ധിയിലൊക്കെ വളർന്നതെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് പെൺമക്കൾ പറഞ്ഞ കാര്യം എന്നെ സ്വാധീനിച്ചു. ഞങ്ങളുടെ അപ്പനാണ് ഞങ്ങളുടെ ഹീറോ, ദ കംപ്ലീറ്റ് മാൻ എന്നൊക്കെ പറയുന്ന പോലെ ഭൂമിയിലുള്ള അവരുടെ ഏറ്റവും വലിയ ഹീറോ അവർ അപ്പനാണ്. എന്നുവെച്ചാൽ അതെന്താ, ഏറ്റവും കൊച്ച് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവൾ പറയാണ് അപ്പൻ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ നേരത്തെ വരും. പണി കഴിഞ്ഞാൽ അപ്പൻ കവലയിലൊന്നും ചുറ്റിത്തിരിഞ്ഞ് നിൽക്കത്തില്ല, നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തും. കുറച്ചൊരു വർത്താനമൊക്കെ പറയും, കളിക്കും, പത്രമൊക്കെ വായിക്കും, അവരോടൊപ്പം ഇരുന്ന് ചെയ്യും. ഒരുമിച്ച് കൊന്തയിലും മനോഹരമായിട്ട്. വലിയ കഴിവുള്ള ഒത്തിരി വലിയ നമ്മൾ പറയുന്ന ഭയങ്കര കരിസ്മയുള്ള അപ്പനൊന്നും അല്ല, വളരെ സാധാരണക്കാരനായ അപ്പനാണ്. പക്ഷേ അവൈലബിലിറ്റി മാട്ടിച്ചേണ്ട ഇതെനിക്കൊരു 5 മക്കൾ അപ്പൻ എന്ന നിലയിൽ മാട്ടിച്ചേട്ടൻ ചോദിക്കാനുള്ള ഒരു സിമ്പിളായ ചോദ്യമാണ്. വീട്ടിലിങ്ങനെ മക്കളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു സമയം അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം എന്താണ്? ശരിക്കും എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയില്ലേ, ക്വാണ്ടിറ്റി ടൈം തന്നെ കൊടുക്കണം മക്കൾക്ക്. അളവ് കൂട്ടി കൊടുക്കണം, അളവ് കൂട്ടി തന്നെ കൊടുക്കണം അവർക്ക്. ശരിക്കും ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികളായിട്ടുള്ള ആ ഒരു കളിയുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടണ അവരെല്ലാം ആ പ്രായത്തിൽ കിട്ടേണ്ട ഒരു ടോണിക്ക് തന്നെയാണ്. അപ്പൻ്റെ അടുത്ത് വന്ന് അപ്പൻ്റെ ഒന്ന് കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ തോളത്ത് കൈയിടാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് അവർക്കൊരു അവരുടെ ലൈഫിൽ വലിയൊരു തന്നെയല്ലേ. നമ്മൾ ആദിമാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ അവർ വൈകുന്നേരം പിതാവായ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പർദീസാലയുടെ ഒരു ഈവനിങ് വോക്കിന് പോയെന്നൊക്കെ പറഞ്ഞ ബ്യൂട്ടി. ഇടയ്ക്ക് മേരി പറയാറുണ്ട്, ഈ എക്സാമിനേഷൻ ടൈമിൽ അപ്പനെ ഇത്ര ലേറ്റായിട്ട് വന്നാൽ മതി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിലല്ലേ ഭയങ്കര ഒരു സന്തോഷം വന്നേക്കുന്ന ഒരു കാര്യം, മൂത്ത മോൻ്റെ
അവൻ്റെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ കമൻറ്റ് ചെയ്തേക്കണ ഒരു കാര്യം ഇതാണ്. അവർക്ക് അപ്പനും മോനും തമ്മിലുള്ള റിലേഷൻ കാണുമ്പോഴത്തേക്കും അവരുടെ എങ്ങും വീടുകളിലില്ലാത്ത ഇത് ആ ഒരു കൃത്യമാണ് അസൂയ തോന്നുന്ന ഒരു സ്നേഹം ചില സമയത്തൊക്കെ. ശരിക്കും നമ്മൾക്കത് കേൾക്കുമ്പോൾ നല്ല സന്തോഷം വരും. കാരണം ഇത്രയും ഫ്രീ ആയിട്ട് മക്കൾക്ക് ഇടപഴകാൻ പറ്റണത് അത് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തതല്ല കേട്ടോ. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. എൻ്റെ ഫാദറും എനിക്ക് എന്ത് വേണമെങ്കിലും ഡാഡിയുടെ അടുത്ത് പോയി പറയാം. സാംക്രമിക രോഗം തന്നെയാണ് ഇതുവരെ പറഞ്ഞു വെക്കേണ്ടി വരും. ഡാഡിയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചേക്കണതില്ലേ, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിളിപ്പിച്ചേക്കണേന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പറയും, ഡാഡി അത് ഒന്നുമില്ല, എൻ്റെ കുഴപ്പം വരുന്നില്ല. അത് ആണാ, കുഴപ്പമില്ല, ഞാനത് ശരിയാക്കാം. അവിടെ വരും. എന്നിട്ട് ടീച്ചറിൻ്റെ മുഴുവൻ കേട്ടിട്ട് തിരിച്ചു വന്നിട്ട്, എടാ നീ എൻ്റെ അടുത്ത് എന്തെന്നാ പറഞ്ഞത്? അങ്ങനെ ഭയങ്കര ഒരു നമുക്കൊരു തമാശയും സന്തോഷം കംഫർട്ടൊക്കെ തോന്നരുത്. അതെ അതെ. ഞാൻ ഒരിക്കൽ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് കാർ ഓടിച്ച് പോരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, അത് കാഴ്ച കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം കഴിഞ്ഞ് കാണും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മൾ ചില ചിത്രങ്ങളൊക്കെ മായാതെ നിൽക്കുന്നു പറയുന്ന പോലെ ഒരു വൈകിട്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഒരു അപ്പൻ ഏകദേശം +2 പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്, ബാഗൊക്കെ ഇപ്പോൾ തുറത്തുണ്ട്. അപ്പൻ കയ്യിലൊരു ടോർച്ചൊക്കെ പിടിച്ച് വലത് കയ്യിൽ മകളെയും പിടിച്ച്, മകൾ നല്ല രസമായിട്ട് പിടിച്ച് വഴിയോടെ നടന്നു പോകുന്നൊരു പടം. ഇത്രയും നല്ലൊരു പിക്ചർ എൻ്റെ മനസ്സിൽ വേറെ എങ്ങും പതിഞ്ഞിട്ടില്ല. അതൊരു കംഫർട്ടാണ്. അപ്പൻ്റെ കൈ പിടിച്ച് പോകുന്ന ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളൊന്നും ഒട്ടും കംഫർട്ടല്ല, പുറത്ത് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ പറയുമ്പോൾ ഒരു അപ്പൻ്റെ റോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. ചേച്ചി, ഇതെനിക്കൊരു പ്രധാനപ്പെട്ട കൺസേണും കൂടിയാണ്. വീട്ടിൽ ഒരപ്പൻ ഒരു ഹീറോയ്ക്ക് ഇമേജ് ആയിട്ടും ഒരു കംപ്ലീറ്റ് മാനായിട്ടും ഒരു പുരുഷൻ എന്ന നിലയിൽ തന്നെ അവർക്ക് പെൺമക്കൾക്ക് ഇടപെടാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യവും അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എത്രമാത്രം അത്യാവശ്യമുള്ളതാണ്. തീർച്ചയായിട്ടും അപ്പൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്തും പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കും, മോളുടെ അടുത്തൊക്കെ രണ്ടാമത്തത് മോളാണ്. അപ്പോൾ മോളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്തേക്ക് ഞാൻ ചില വിഷയങ്ങൾ അവരുടെ സ്കൂളിലെ കോളേജിലൊക്കെ വിഷയങ്ങൾ ഞാൻ കുറേ നേരം ഇരുന്ന് കേട്ടിട്ടുണ്ടാവും, അവരുടെ പ്രശ്നം. പക്ഷേ അപ്പം വന്നിട്ട് അത് ആ പ്രശ്നം തന്നെ പറയാൻ നേരത്തേക്കും ഒരു 2 വാചകത്തിലായിരിക്കും ഉത്തരം കൊടുക്കണത്, അല്ലെങ്കിൽ സാന്ത്വനപ്പെടുത്തണത്. ആ ഒരു 2 വാചകത്തിൽ ഫുൾ അലിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാനൊരു 2 മണിക്കൂർ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാവും അവളെ ആശ്വസിപ്പിക്കാനായിട്ടും ഒക്കെ. പക്ഷെ അപ്പൻ്റെ ആ ഒരു ഇടപെടൽ ഭയങ്കരമായിട്ട് എപ്പോഴും നമുക്കറിയാം അതിനൊരു സൊല്യൂഷൻ അപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഇത്രേ ഉണ്ടായിരുന്നുള്ളതെന്ന് ഞാനും ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഇത് എൻ്റെ ഒരു കഴിവല്ല. ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്, വിവാഹം എന്ന കൂദാശയിലൂടെ അപ്പന്മാർക്ക് കിട്ടുന്ന ഒരു കഴിവാണിത്. മാത്രമാണ്. അതെ അതെ. കാരണം എൻ്റെ സ്വഭാവത്തിൽ ഒട്ടുമുള്ളതല്ല. ഇങ്ങനെ ആലോചിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ എന്നെ പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് പറയണത്. അത് ശരിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ തന്നെയാണ്. സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ ഭൂമിയിലുള്ള അപ്പന്മാർക്ക് വേണ്ട കൃപകൾ കൃത്യമായിട്ട് ദിവസത്തിന്റെ അഭിഷേകം എന്ന് പറയുന്ന പോലെ ഒരേ നിമിഷത്തിന്റെ അഭിഷേകമായിട്ട് ഒരുക്കി കൊടുത്തോളും. അതെ, ഒരു അപ്പൻ എന്ന് പറയുന്ന അത്ര ഒരു ക്യാരക്ടർ ആവണം വീട്ടിൽ. ഒരു കോട്ട കെട്ടി നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി മുട്ടുകുത്തുന്ന ഒരാള്. ഞാൻ ഇടയ്ക്കൊക്കെ മനോഹരമായിട്ട് നോക്കുന്നുണ്ട്, അപ്പനും മക്കളൊക്കെ കൂടി കുമ്പസാരിക്കാൻ പറഞ്ഞ രംഗങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓസം പിക്ചറാണ്. അപ്പം വന്ന് മുട്ടുകുത്തുമ്പോഴേ കുഞ്ഞു പിള്ളേർ ഉൾപ്പെടെയൊക്കെ അറിയാം, അവരും വന്ന് അടുത്തൊക്കെ മുട്ടുകുത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുട്ടുകുത്തി അടുത്ത് വന്ന് അപ്പം അപ്പനെ ഓടിച്ചു വിടും, മോനെ കുമ്പസാരാണ്, പിന്നെ വന്നാൽ മതി. പക്ഷേ ഈ ഒരു കുഞ്ഞിനെയൊക്കെ സംബന്ധിച്ച് ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മ വന്നെന്നുള്ളത് അമ്മ സ്വാഭാവികമാണ്. അധികം പെണ്ണുങ്ങളാണല്ലോ പള്ളിയിൽ പോകുന്നത്, ഭക്തസ്ത്രീകൾ എന്നൊക്കെ നമ്മൾ ഇൻവെർട്ടൊക്കെ വീഴുന്ന പോലെ. അപ്പം വന്ന് നോക്ക്, അതിന് വ്യത്യാസം അപാരാണ്. അപ്പം പള്ളി മുമ്പിൽ നിൽക്കുന്നത്, അപ്പൻ ഉറക്കെ പ്രാർത്ഥിക്കുന്നത്, അപ്പൻ ചില നന്മ ചെയ്യുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, ഇതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ് നമ്മൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കൃത്യമായൊരു മറുപുറമുണ്ട്. ഞാനൊരു ചെറിയൊരു സംഭവത്തിലൂടെ പറയാം. ഞാനൊരു പർട്ടിക്കുലർ പള്ളിയിലായിരുന്ന സമയത്ത് സൺഡേ സ്കൂളിലെ സഹായിക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പിള്ളേർ, 10,000-2000 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള, അതിലധികം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പള്ളിയാണ്. അപ്പോൾ നമുക്ക് അന്ന് ചൂരിലൊക്കെ പിടിച്ച് പിള്ളേരെ പേടിപ്പിക്കുക എന്നുള്ള റോളാണ് തന്നേക്കുന്നത്. താമസിച്ച് നിന്നവരെ കയറ്റിയെടുത്തുക, അല്ലെങ്കിൽ പറമ്പിൽ കളിക്കാൻ പോകുന്നവരുടെ പുറകെ ഞാൻ ലോവയൊക്കെ മുടക്കി കുത്തി ഓടിയിട്ടൊക്കെ ഉണ്ട് പിടിക്കാൻ വേണ്ടി. അതൊരു കാലഘട്ടം.
അപ്പോൾ സ്ഥിരമായിട്ടപ്പോൾ നമ്മൾ ലൈനൊക്കെ നിരത്തി നിർത്തുമല്ലോ, കുർബാനയുടെ സമയത്ത് കൈകൂപ്പി പിടിക്കാൻ വേണ്ടി, പുസ്തകം എടുക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര പക്കാ ട്രെയിനിങ്, അടിച്ചും കുത്തി തോക്കിൻ തുമ്പിലെ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഒരു ദിവസമല്ല പല ദിവസം ഞാൻ ഒരു പയ്യനെ തന്നെ നോട്ടിട്ടിട്ടുണ്ട്. അവൻ സ്ഥിരമായിട്ട്, ഞാൻ ആയിരുന്ന പള്ളി ഒത്തിരി തൂണുകളൊക്കെ ഉള്ള പള്ളിയായിരുന്നു. ഇവൻ എല്ലാ ദിവസവും പള്ളി കുർബാനയ്ക്ക് അത് ഏത് നിര നിൽക്കണമെന്ന് പറഞ്ഞാലും ഇവൻ ആ പർട്ടിക്കുലർ തൂണിൻ്റെ അവിടെ നിൽക്കത്തുള്ളൂ. തൂണ് നിൽക്കുന്നത് മാത്രമല്ല, നമ്മുടെ സെബസ്ത്യാന തൂണിനെ പോലെ ഒരു കൈ പുറകിലും ഒരു കാര്യം ഇവിടെയൊക്കെ വെച്ച് അവൻ്റെ പർട്ടിക്കുലർ പോസ്റ്റർ ഉണ്ട് അവന്. അവൻ അങ്ങനെ നിൽക്കും. നമ്മൾ അടുത്തൂടെയൊക്കെ ചെല്ലുമ്പോൾ അവൻ കൈയൊക്കെ താഴെ ഇട്ടാലും ഒരു മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കൈയും കാലൊക്കെ പൊങ്ങിപ്പോയി ഇങ്ങനെ അങ്ങ് നിൽക്കും അവൻ. അപ്പോൾ പല ഞായറാഴ്ച അവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് നമ്മൾ തോറ്റ് പിൻവാങ്ങി. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. പക്ഷെ വേറൊരു ഞായറാഴ്ച ഞാൻ ആ കുർബാനയ്ക്കല്ലാതെ അതിന് മുമ്പുള്ള മുതിർന്നവരുടെ കുർബാനയ്ക്ക് വേണ്ടി പോയി. അതേ പോസ്റ്ററിൽ, അതേ തൂണിൽ, അതേ ആകാശത്തേക്കുള്ള നോട്ടമൊക്കെ ആയിട്ട് അവൻ്റെ അപ്പം നിപ്പുണ്ടായിരുന്നു. നമ്മൾ പണ്ട് മരുഭൂമി സന്യാസി പറയുന്ന പോലെ തൂണിമ്മച്ചിമ എന്നൊക്കെ പറയുന്ന പോലെ. ചേട്ടാ, ഇതെൻ്റെ ഒരു കൺസേൺ കൂടിയാണ്. അതായത് ഇങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളും അപ്പന്മാരാണല്ലോ നമ്മൾ നോക്കി, നമ്മൾ അതിനെപ്പറ്റിയാണല്ലോ പറഞ്ഞു വെച്ചത്. അതിന് മറുപുറം കൂടി ഒന്ന് ജോർജ് ചേട്ടൻ്റെ വായിൽ തന്നെ കേട്ടാൽ കൊള്ളാം. വസ്തുതയിൽ നേരെ പുറവും മറുപുറവും ഒക്കെ നമുക്കാണ് ഉള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരപ്പനെ ഒരു ഹീറോ ആയിട്ട് എടുക്കുകയാണ്. പുള്ളി എന്ത് ചെയ്യുന്നോ അത് അവർക്ക് കോപ്പി ചെയ്യാൻ അവർക്കൊരു മീശ വരച്ച് വെക്കുക, ലുങ്കി എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ഞാനൊരു ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ഒരാളാണ്, തികച്ചും ഒരു ഗ്രാമീണനായിട്ട് വന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ മൂത്രമൊഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുകയല്ല പതിവ്. മൂത്രമൊഴിക്കണമെന്നും വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കൾച്ചറിലാണ് ഞാൻ മസ്റ്റുള്ളത്. അപ്പം മിക്കവാറും എന്താ ചോദിച്ചാൽ ഏതെങ്കിലും തെങ്ങോ ഏതെങ്കിലും ഒരു മരത്തിനോ ഒരു ചാരായിട്ടോ നിൽക്കുക എന്നുള്ളത്. ഞാൻ മാസത്തിൽ ടൗണിലേക്കൊക്കെ മാറിയെങ്കിലും ഈ സ്വഭാവം മാറിയിരുന്നത് അങ്ങനെ മാറ്റേണ്ട ഒരു സ്വഭാവമായിട്ട് എനിക്കൊട്ട് തോന്നിയിരുന്നുമില്ല. ആരും അങ്ങനെ അതിനൊരു ഇത് തന്നുമില്ല, എനിക്ക് സ്വമേധയെ തോന്നിയില്ല. പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മോള് ഒരു 3 വയസ്സൊക്കെ ഉള്ളൊരു സമയത്ത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കടന്നു പോകുമ്പം ഞാൻ നോക്കിയപ്പോൾ ഇവളൊരു ഈർക്കിലി ഒടിച്ച് കയ്യിൽ പിടിച്ച് ഇങ്ങനെ 2 വിരലിനിടയ്ക്ക് പിടിച്ച് ഇങ്ങനെ ചുണ്ടിലോട്ട് വലിയാണ് വലിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുമോ അതേ ആംഗിളിൽ അതേ രീതിയിൽ കാല് പോലും വെച്ചിരിക്കുന്ന ഒരു കാല് അല്പം മുമ്പോട്ട്, ഒരു കാല് അതേ ആക്ഷൻ, അതേ രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഇപ്പം നമ്മൾ ഈ സെൽഫിയൊക്കെ എടുക്കാന്ന് പറയുന്നത് സെൽഫി കാണുന്ന പോലെ ഞാൻ കണ്ടു. അന്ന് എനിക്ക് പുകവലി ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് ഈ പറഞ്ഞ ഹാബിറ്റും ഉണ്ടായിരുന്നു. പുകവലി എനിക്ക് പിറ്റേ ദിവസം നിർത്താൻ പറ്റിയില്ല. പക്ഷെ അതിൽ പിന്നെ ഞാൻ വീടിന് വെളിയിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി അത് ശരിയാണ്. എൻ്റെ കുഞ്ഞിപ്പം അവൾ പെങ്കൊച്ചെന്നുള്ള നിലയ്ക്ക് ഇനി അവളിത് ആവർത്തിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് കുട്ടികൾ ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലായി. തന്നെയല്ല, ഞാൻ കാണിക്കുന്നതിലെ വൃത്തികേട് എനിക്ക് കാണാൻ പറ്റിയതും ഈ മിററിലാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു മിറർ പോലെ തന്നെ ഇവര് നമ്മളത് സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതേ കാരണത്തല്ല ഞാൻ അല്പം മുമ്പേ പറഞ്ഞത്, നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ അപ്പന്മാർ കാണിക്കുമ്പം സ്വർഗസ്വനായ പിതാവിന് നാണക്കേടുണ്ടാകരുത്. കാരണം വീണ്ടും അങ്ങേരുടെ മിററായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അങ്ങേരും കാണിക്കുന്നത്. ഞാൻ തെങ്ങിഞ്ചോട്ടി കാണിക്കുമ്പം എനിക്ക് നാണക്കേടാകുന്നതിനേക്കാൾ മുകളിലിരിക്കുന്ന എപ്പോഴും അതേന്നാണ്. ഇത് നമ്മളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കള്ളു കുടിച്ച് 4 കാലയിലോട്ട് വീട്ടിൽ വന്ന് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. കാരണം ഇത് അതേപടി പകരം. എന്നിട്ട് നമുക്ക് മോനെ കുടിക്കരുതെന്ന് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെയാണ് വന്ന് കയറുന്നത്. എനിക്ക് എൻ്റെ മോളോട് പറയാൻ പറ്റില്ല, മോളെ തെങ്ങിഞ്ചോട്ടിലല്ല ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണ്ടൊരു ധ്യാനഗുരു അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ അപ്പന്മാർക്ക് ഇങ്ങനെ പ്രഘോഷിക്കാം, ഞാൻ കള്ളുകൂടിയനും പെണ്ണുകൂടിയവനും ആകയാൽ മക്കളെ നിങ്ങളെന്നെ നോക്കി പഠിക്കുവിൻ. ദൈവം ഇത് കേൾക്കുന്ന അപ്പന്മാരൊക്കെ ക്ഷമിക്കണം. നമുക്ക് സ്വർഗത്തിലുള്ള അപ്പനെ, സ്വർഗസ്ഥനായ അപ്പനെ സ്മരിച്ചിട്ട് നമുക്ക് നിർത്താം. ബൈബിളിൻ്റെ ആദ്യ ഭാഗത്തിൽ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ആബേലിനെ കായൻ വധിച്ചതിന് ശേഷം കായനാകെ പതറിപ്പോയി. അവൻ തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ഇനി എന്നെ കാണുന്നവരെല്ലാവരും എന്നെ കല്ലെറിയും, എന്നെ അവസാനം വരെ അപമാനിക്കും, എന്നോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗത്തിലേക്ക് അപ്പനെ വിളിച്ചു പറയുമ്പോൾ സ്വർഗസ്ഥന അപ്പൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കും, നിന്നെ ശപിക്കുന്നവരെ, നിന്നെ ആക്രമിക്കുന്നവരെ ഞാൻ ആക്രമിക്കും.
കൊലപാതകയ്ക്ക് പോലും കൂട്ടുപോയ അപ്പനാണ് സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ. കൊലപാതകയ്ക്ക് പോലും കൂട്ടുപോയ അപ്പൻ അത്രയും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തു. ഇത് തന്നെയല്ലേ ഭൂമിയിൽ വന്ന മകൻ അവസാനം കാട്ടിത്തന്നത്? ഭൂമിയിൽ വന്ന മകൻ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നവർ അറിയണില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പൻ എന്ന വാക്കിനെ തന്നെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പം തരുന്നവനാണ് അപ്പൻ. ശാരീരികമായ അപ്പം കൊടുക്കുന്നവനും സ്വർഗസ്ഥിതനായ ദിവ്യകാരുണ്യത്തെ കാട്ടിക്കൊടുക്കുന്നവനും മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇത്രയും നേരം നല്ല അപ്പന്മാരെ പറ്റിയും അപ്പൻ അനുഭവങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു. ഇതൊന്നും കിട്ടാത്ത ഒരു വലിയ ഭാഗം മാറി നിൽപ്പുണ്ട്. അപ്പന്മാരിൽ നിന്നും മുറിവുകൾ കിട്ടി വളർന്നവർ, ബാല്യത്തിൽ തന്നെ അപ്പൻ നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനത്തെ ഒരു സ്നേഹത്തിന് പോലും ഇട കിട്ടാതെ വന്നവർ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായിരിക്കുന്ന അപ്പൻ ഈ മക്കളെ ആശ്വസിപ്പിക്കട്ടെ. ഭൂമിയിലുള്ള അപ്പന്മാർക്ക് ഒരു കുറ്റബോധം ജനിക്കപ്പെട്ടുവെങ്കിൽ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ട വിധത്തിൽ സ്നേഹമോ പരിഗണനയോ മാതൃകയോ കൊടുക്കുന്നില്ല എന്ന് ഒരു കുറ്റബോധമായിട്ട് മനസ്സിൽ ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക, തമ്പുരാന് കൊടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലിരിക്കുന്ന പൂർണ്ണനായ അപ്പ, എൻ്റെ വളർത്തിൻ്റെ കുറവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്നതിൽ കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്ന അപ്പ, നിറവുള്ള അപ്പ, ഈ കുറവുകളൊക്കെ നികത്തണമേ എന്ന് ഒരു നിമിഷം നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്. വീട്ടിൽ അപ്പന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ മക്കളെല്ലാം അപ്പനോടൊന്ന് ചേർന്ന് നിൽക്കട്ടെ. ആ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ. സാധിക്കുമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഇന്ന് നിങ്ങൾ അപ്പനെ ഒന്ന് കൂടുതലായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. ഒരിക്കലൊന്ന് ഇന്നൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കുക. ഒരിക്കൽ പ്രായമുള്ളൊരു അപ്പൻ തൻ്റെ മധ്യവയസ്കനായ മകനോട് പറഞ്ഞതുപോലെ, നീ എന്നെ മരിക്കുമ്പോൾ ചുംബിച്ചാൽ പോരാ, എനിക്കിപ്പോഴേ ആ സ്നേഹം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ അപ്പ, ഭൂമിയിലുള്ള ഞങ്ങളുടെ അപ്പന്മാരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മരണം മൂലം വേർപിരിഞ്ഞു പോയ അപ്പന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം തരാൻ, പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോയ മുറിവുള്ള അപ്പന്മാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പന്മാരിലൂടെ മുറിവേറ്റൊരു തലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിൻ്റെ, കരുണയുടെ കരം നീട്ടി സ്പർശിച്ച് സൗഖ്യം നൽകണമേ. സ്വർഗസ്ഥനായ അപ്പ, ഈ ഭൂമിയിലുള്ള മക്കൾക്ക് കുറവുകളുടെ മേൽ നീ നിറവായിട്ട് മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപ്പനായി നീ തന്നെ വാഴണമേ, നേതാവായി നീ തന്നെ വാഴണമേ. ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുരമൊഴി